ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബ്രസൽസ് സ്പ്രൗട്ടുമായിട്ടാണ്. ബ്രസൽസ് സ്പ്രൗട്ട് ക്യാബേജിന്റെ ഫാമിലിയിൽ പെടുന്നതാണ്. പക്ഷെ ഒരു കുട്ടി ക്യാബേജ് പോലെയാണ്. ഇങ്ങനെ കാണിക്കാം. നമുക്കിത് ഗ്രില്ല് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്, ഹെൽത്തിയുമാണ്, റിച്ച് ഓഫ് അയൺ ആൻഡ് വൈറ്റമിൻസ് ആണ് കേട്ടോ. ബ്രസൽസ് സ്പ്രൗട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നു. കണ്ടോ, കുട്ടി ക്യാബേജ് പോലെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാവേ. നമ്മളിത് വാഷ് ചെയ്യുക കേട്ടോ. ഡീപ്പായിട്ടൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കഴുകി വെച്ചിരിക്കുന്ന ബ്രസൽസ് സ്പ്രൗട്ടാണ്. ഇങ്ങനെയുള്ള എക്സസ് ആയിട്ടുള്ള ലെയറുകൾ ഇങ്ങനെ എടുത്തു മാറ്റാം. നടുവേ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി കുഞ്ഞായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ സെന്ററിൽ കൂടെ തന്നെ ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ബ്രസൽസ് സ്പ്രൗട്ട്സ് റെഡിയാണ്. നമ്മൾ ഫസ്റ്റ് ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല ഇത് ക്രിസ്പി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ വെന്തിട്ടുണ്ട്. സാലഡിന് കൂടെ ഇടാം, അല്ലാതെ സെപ്പറേറ്റ് കഴിക്കണമെങ്കിൽ അങ്ങനെയാവും കേട്ടോ. നമ്മള് എയർ ഫ്രയറിൽ ഒന്ന് ട്രൈ ചെയ്താണ്. എയർ ഫ്രയറിൽ ട്രൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫാനിന്റെ ഇതാണ് ഇതെല്ലാം ഇങ്ങനെ ഓപ്പണായി പോയിട്ട് ഇങ്ങനെ കരിഞ്ഞു പോവുക ചെയ്യുന്നത്. ബെറ്റർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഗ്രില്ലറിനകത്തായിട്ടായിരുന്നു. അത് നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 260 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. കരിഞ്ഞു പോയി നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടെ ക്രഞ്ച് വേണേൽ ഇച്ചിരി